നമസ്കാരം. ഇന്ന് ഞങ്ങൾ പോയത് ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലെ ബ്ലഡ് ഡൊണേഷൻ സെൻറ്ററിലേക്കാണ്. അൽ ജിദ്ദാഫിലാണ് ദുബായ് ഹെൽത്ത് അതോറിറ്റി ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ബ്ലഡ് ഡോണേഴ്സ് കേരള, അതായത് BDKയുടെ UAE വാട്സപ്പ് കൂട്ടായ്മയിൽ വന്ന AB നെഗറ്റീവ്, B നെഗറ്റീവ് പ്ലേറ്റ്ലെറ്റ് ഡോണേഴ്സിന് ആവശ്യമുണ്ട് എന്ന മെസ്സേജ് പ്രകാരമാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. നേരെ അകത്ത് ചെന്ന് കഴിയുമ്പോൾ തന്നെ അവിടെ നിന്നൊരു ടോക്കൺ മെഷീനിൽ നമുക്ക് ടോക്കൺ എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ടോക്കൺ വിളിക്കും. ആദ്യത്തെ ടോക്കൺ മെഷീൻ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ മെഷീനിൽ ചെന്നാണ് നമ്മൾ ടോക്കൺ എടുത്തത്. ടോക്കൺ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് അവിടെ ഇരുന്നിട്ട് ഒരു ടാബ്ലറ്റിൽ കുറച്ച് ക്വസ്റ്റ്യനെയേഴ്സ് ഉണ്ട്. അതൊന്നും നമുക്ക് ഫില്ല് ചെയ്യണം. കാരണം വേറെ ഒന്നുമല്ല, ഏതെങ്കിലും അസുഖങ്ങൾ നമ്മൾക്കുണ്ടോ, പിന്നെ നമ്മൾ 6 മന്തിനുള്ളിൽ വേറെ രാജ്യത്ത് യാത്ര ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ളൊരു 12-13 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ ആൻസർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടോക്കൺ വിളിക്കാറായിട്ടുണ്ടാവും. ആ ടോക്കൺ വിളിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് റിസപ്ഷനിൽ ചെല്ലാം. നമ്മുടെ ഫോൺ നമ്പറും എംബ്രേസ് ഐഡിയും അവിടെ കൊടുക്കുമ്പോഴത്തേക്കും എല്ലാ ഡീറ്റെയിലും അതിൽ കാണും. കാരണം അൺട്രേഡൻ ശരിക്കും പറഞ്ഞാൽ ഇതൊരു 27ാമത്തെ തവണത്തെ പ്ലേറ്റ്ലെറ്റ് ബ്ലഡ് ഡൊണേഷനാണ്. അതായത് 13 തവണ പ്ലേറ്റ്ലെറ്റും പിന്നെ 14 തവണ ബ്ലഡും ഡൊണേറ്റ് ചെയ്തു കഴിഞ്ഞു. ഞാൻ വെറുതെ അൺട്രേഡനോടൊന്ന് ചോദിക്കാൻ പറഞ്ഞു എത്ര തവണ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു തന്ന കണക്കാണിത്. പല തവണ പോയിട്ടുണ്ട്, അതെനിക്കറിയാം. പക്ഷെ ഞാനും വിചാരിച്ചില്ല ഇത്രയധികം ഡൊണേഷൻ ആയിട്ടുണ്ടെന്നും. എന്തായാലും അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. അൺട്രേഡിൻ്റെ ഈ ഉത്സാഹം കണ്ടിട്ട് ഞാനും പലതവണ കൂടെ പോയിട്ടുണ്ട്. എൻ്റെ ഹീമോഗ്ലോബിൻ എപ്പോഴും 12 അല്ലെങ്കിൽ അതിലും താഴെയായിരിക്കും. അത് കാരണം എനിക്ക് ഒരു തവണ മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എന്നാലും ഞാനിപ്പോൾ എൻ്റെ ഭക്ഷണത്തിൽ ചീരയും ബീറ്റ്റൂട്ടും ഒക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത തവണ എന്തായാലും വീണ്ടും എനിക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കുറച്ച് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വേറൊന്നുമല്ല, AB നെഗറ്റീവും B നെഗറ്റീവും ഡോണേഴ്സിനെ വന്നതും അവർ കുറച്ച് കൂടുതൽ പ്രിഫറൻസ് അവർക്ക് കൊടുത്തായിരുന്നു. കാരണം അന്ന് ആ 2 ഗ്രൂപ്പിലും പെട്ട ബ്ലഡ് പിന്നെ പ്ലേറ്റ്ലെറ്റും അത്യാവശ്യമുണ്ടായിരുന്നതുകൊണ്ട്. എന്നാലും അധികം വൈകാതെ തന്നെ അടുത്ത ഒരു നേഴ്സ് വിളിച്ചിട്ട് ആൻഡ്രേഡിനെ പ്രഷർ ചെക്ക് ചെയ്യും. പിന്നെ സ്ഥിരം ഡോണേഴ്സ് ആയതുകൊണ്ട് സാമ്പിളൊന്നും എടുക്കില്ല. അല്ലാത്തവരാണെങ്കിൽ അവർ സാമ്പിളൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആണെന്ന് കണ്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ഡൊണേറ്റ് ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അൺട്രേഡൻ സ്ഥിരം ഒരു ഡോണർ ആയതുകൊണ്ട് തന്നെ സാമ്പിളിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും അവർ നമ്മുടെ പ്രഷർ വേരിയേഷനും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മളെ അകത്തേക്ക് വിടുള്ളൂ. B പോസിറ്റീവാണ് അൺട്രേഡിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ്. പറ്റുമ്പോഴൊക്കെ ഞാൻ കൂടെ പോയിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഞാൻ പുറത്ത് തന്നെ ഇരിക്കാറാണ് പതിവ്. എനിക്ക് ഇഞ്ചക്ഷൻ, ബ്ലഡ് ഡൊണേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഉള്ളിലൊരു പേടിയാണ്. എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴും എൻ്റെ ബ്ലഡ് സാമ്പിൾ ചെക്കിങ്ങിന് എടുക്കുമ്പോഴൊക്കെ എനിക്കൊരു പേടിയുള്ള ആളായതുകൊണ്ട് ഞാൻ എപ്പോഴും പുറത്തിരിക്കാറാണ് പതിവ്. ഇത്തവണ ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകെ ചെന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ്, എത്ര സമയം എടുക്കും ഈ പ്രോസസ്സ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് പേര് ഓൾറെഡി ഉണ്ടായിരുന്നു. നമ്മുടെ BDKയുടെ ആളുണ്ടായിരുന്നു, കുറച്ച് അംഗങ്ങളുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഫിലിപ്പീനോ നാഷണാലിറ്റി ഉണ്ടായിരുന്നു, പിന്നെ അത്യാവശ്യം AB നെഗറ്റീവ്, B നെഗറ്റീവ് ഗ്രൂപ്പിലുള്ള ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരെത്രയും പെട്ടെന്ന് തന്നെ അവർ വേഗം ഒഴിഞ്ഞ ബെഡിലേക്ക് കയറ്റിയിട്ട് അവർ പ്ലേറ്റ്ലെറ്റ് എടുത്തുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നു. പിന്നെ 2-3 കാര്യം ഞാൻ അവിടെ നോട്ട് ചെയ്തതെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് കൊടുക്കുന്നവർക്ക് ഇതിനെപ്പറ്റി ഒരു പേടിയും കാര്യങ്ങളും ചെറുതായിട്ടൊരു വേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരെ അവിടെ അവർ ട്രിപ്പൊക്കെ ഇട്ട് കിടത്തുന്നുണ്ട്. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ അവരെടുക്കുകയുള്ളൂ.
എന്തായാലും അൺട്രേഡിന് കിട്ടിയ മെഷീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫാസ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവർക്കറിയാം ഇയാൾക്ക് ഇത്ര കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു 40-45 മിനിറ്റ്സിനുള്ളിൽ നമ്മൾക്കത് എടുത്തിട്ട് പിന്നെ ചെറിയൊരു 3 മിനിറ്റ്സോ 5 മിനിറ്റ്സോ എന്തോ ഈ പ്ലേറ്റ്ലെറ്റ് എടുത്തതിന് ശേഷമുള്ള ബ്ലഡ് തിരിച്ചു കയറ്റുന്നൊരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ അതും ഏകദേശം ഇത്ര സമയം വേണ്ടി വരുമെന്നൊക്കെ അവിടെയുള്ള ഹെഡ് നേഴ്സിനും സ്റ്റാഫിനൊക്കെ അറിയാം. അപ്പോൾ അവർ എന്തായാലും പ്രോസസ്സൊക്കെ തുടങ്ങി. പിന്നെ ഈ ഒരു യെല്ലോ ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇനി ഇത്ര മിനിറ്റ് കൂടിയുള്ളൂ, ആ യെല്ലോ വന്ന് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു പ്രോസസ്സ് കഴിയും. അങ്ങനെ ഇതൊക്കെ മോണിറ്റർ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാനിത്തവണ സൈഡിൽ അവിടെ ഒരു ചെയറുണ്ടായിരുന്നു, ആ ചെയറിൽ തന്നെ ഇരുന്ന് ഇതൊക്കെ നോക്കി കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ആ ബ്ലഡ് പാസ് ചെയ്യുന്നതും ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇനി ആരെങ്കിലും ഇങ്ങനെ ഒരു പേടിയോ എന്തെങ്കിലും വെച്ചിട്ട് പോകാതിരിക്കുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ അതും കൂടി ഒന്ന് ആ ഒരു മെസ്സേജ് കൂടി പാസ് ചെയ്യാനാണ് ഇത്രയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വീഡിയോ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ എപ്പോഴും സ്ഥിരമായിട്ട് നമ്മുടെ ദുബായ് ഹെൽത്തിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈദ് ഹോളിഡേയ്സും പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടായ മഴയും ഒക്കെ കാരണം കൊണ്ട് തന്നെ ഡോണേഴ്സ് അവിടത്തേക്ക് എത്തണില്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ച് ബ്ലഡും പ്ലേറ്റ്ലെറ്റൊക്കെ ആവശ്യമുണ്ടോയെന്ന്. ഇത് എടുത്തു കഴിഞ്ഞ ഒരു പ്ലേറ്റ്ലെറ്റ് ആ ഒരു ഹെഡ് നേഴ്സ് എനിക്കൊന്ന് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് വീഡിയോയിൽ പകർത്തിയതാണ്. ഇതുവരെ ഞാനിങ്ങനെ എന്താണ് ഈ പ്ലേറ്റ്ലെറ്റ് അതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ ചെന്നപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ അൺട്രേഡിൻ്റെ ഈ ഒരു പ്രോസസ്സ് ഒരു 40-45 മിനിറ്റിനുള്ളിൽ കഴിഞ്ഞു. അപ്പോൾ അവിടെ കുറച്ച് BDKയുടെ അംഗങ്ങളെയൊക്കെ കണ്ട് സംസാരിച്ചു. ഞങ്ങൾ അങ്ങനെ അധികം വൈകാതെ തിരിച്ചു വന്നു. പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് അവർ എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കാൻ തരും. ആ ഒരു ചെറിയൊരു ക്ഷീണം ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ആ ജ്യൂസ് കുടിക്കാൻ തരുന്നത്. അപ്പോൾ ഇനിയത്തെ ഒരു 2 മാസം കഴിഞ്ഞിട്ട് അൺട്രേഡിന് വീണ്ടും പ്ലേറ്റ്ലെറ്റോ അല്ലെങ്കിൽ ബ്ലഡോ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനിയത്തെ ഒരു ഡൊണേഷൻ ആകുമ്പോഴത്തേക്കും എനിക്കും കൊടുക്കാൻ പറ്റണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ആ ഒരു 400 ml അങ്ങനെ എന്തോ ഒരു കണക്കാണ് അവർ എടുക്കുക. അപ്പോൾ അത് ഒരു 3 ജീവനെങ്കിലും ചിലപ്പോൾ നിലനിർത്താൻ സഹായിക്കുമെന്നാണ് പറയാറ്. എനിക്കതിൻ്റെ കൃത്യമായിട്ട് ഉള്ള വിവരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ അറിയില്ല. എന്നാലും ഇത് ചെറിയൊരു ന്യൂസിലും ഇതിലൊക്കെ കണ്ട ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറയണത്. അപ്പോൾ അങ്ങനെ അതിന് സാധിക്കുമെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ആ ഒരു ഡൊണേഷന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണേ എൻ്റെ വീഡിയോ. കുറച്ചെങ്കിലും ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ടാറ്റ, ബൈ ബൈ.